കർത്താവിൽ പ്രിയരെയും, ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിലെ ഒരു ഭാഗമായ സങ്കീർത്തനങ്ങൾ, അതായത് സങ്കീർത്തനങ്ങൾ 34-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലെ ഒരു വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. Many are the afflictions of the righteous, but the Lord delivered him out of them all. സകല അനർത്ഥത്തിൽ out of them all, എല്ലാ അനർത്ഥത്തിൽ നിന്നും അവനെ വിടുവിക്കുന്നു. നമ്മളപ്പം ഈ പഠനം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അവൻ്റെ അനർത്ഥങ്ങൾ അസഖ്യമാണ്, അവൻ അനർത്ഥങ്ങൾ കൊടുക്കാതിരിക്കരുതോ എന്ന് നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കുന്ന ഒരു അനർത്ഥങ്ങൾ വെടിവിക്കേണ്ട ആവശ്യം, അനർത്ഥങ്ങളിൽ നിന്ന് അവനെ അകപ്പെടുത്താതിരുന്നാൽ പോരായോ നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കും. അപ്പം ഈ വചനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അനർത്ഥങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ കർത്താവായ യഹോവയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അനർത്ഥങ്ങൾ കൊടുക്കുന്ന നമ്മുടെ കർത്താവല്ല, അവൻ അനർത്ഥങ്ങൾ കൊടുക്കുകയല്ലെന്ന്, അനർത്ഥങ്ങളിൽ പെടുന്നവരെ വിടുവിക്കുകയാണ് അവൻ്റെ ചുമതല. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. വീഴ്ത്താൻ ഒരു വ്യക്തി ഉണ്ട് എന്ന് നമുക്ക് കാണാം. അതായത് ഇവിടെ പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ ഇവിടെ പറയുന്നത് നീതിമാൻ എന്ന് പറയുന്നുണ്ട്. നീതിമാൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹിതരാണ് നീതിമാന്മാർ. നീതിമാന്മാരെ അവൻ സ്നേഹിക്കുന്നു. പാപികളെന്നല്ല പറയുന്നത്, അനർത്ഥം ചെയ്യുന്നവരും ദുഷ്ടരെയും അധർമ്മം ചെയ്യുന്നവരെയും ഹൃദയ കാഠിന്യമുള്ളവരെയും അവൻ വെറുക്കുന്നു. നീതിമാന്മാരെ അവൻ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് അവ പറയുന്നത്? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ അനർത്ഥങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുമ്പോൾ, അനർത്ഥങ്ങൾ വീഴുന്ന എന്തിനാണ് സാത്താൻ ഈ നീതിമാന്മാരെ അനർത്ഥത്തിലേക്ക് നയിക്കുന്നത്, അനർത്ഥത്തിൽ വീഴ്ത്തുന്നത്? നീതിമാന്മാർ അവർക്കിങ്ങനെ അസംഖ്യ അനർത്ഥങ്ങൾ വരുമ്പോൾ അവർ കർത്താവിനെ തള്ളിപ്പറയണം, എതിർക്കണം, വിശ്വാസത്തിൽ നിന്ന് മാറണം. അതാണ് അവൻ്റെ ലക്ഷ്യം. സാത്താൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. ദൈവത്തിൻ്റെ അണികളെ, ദൈവത്തിൻ്റെ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വിശ്വാസികളെ വിശ്വാസത്തിൽ നിന്നും അടർത്തി മാറ്റുക. അതേ ഉള്ളവൻ്റെ ലക്ഷ്യം. വേറെ അതിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമില്ലാത്തവർ, മനസ്സിലാക്കാത്തവർ, വചനമറിയാത്തവർ പറയും, ദൈവമേ ഞാൻ ഇത്രയൊക്കെ നന്മകൾ ചെയ്തു, എനിക്ക് അനർത്ഥങ്ങളാണോ വരുന്നത്? ഒരു വിശ്വാസി അങ്ങനെ പറയത്തുള്ളൂ. വിശ്വാസത്തിലേക്ക് അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന് ഇതംപ്രദമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കത് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇടാൻ നമ്മൾ സാധിക്കുകയുള്ളൂ. അങ്ങനെ അടിസ്ഥാനം ഇട്ടവരോ ഉറപ്പുള്ളവരെയും ദൈവം അവർക്ക് ഒരനർത്ഥത്തിൽ നിന്നും അവരെ വിടുവിക്കും. നമുക്ക് പറയുന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നുണ്ട്. 91-ാം സങ്കീർത്തനങ്ങളിൽ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും അവനെ വിടുവിക്കും. ഹി ഡെലിവർ ഫ്രം ദ സ്നേർ ഓഫ് ദ ഫൗളർ. അപ്പം ആ ഫൗളറിൻ്റെ വേട്ടക്കാരൻ എവിടാണ് വല വിരിക്കുന്നതൊക്കെ അവനറിയാം. തൻ്റെ മക്കളെ രക്ഷിക്കേണ്ട ചുമതല അവൻ ഏറ്റെടുത്ത് അവൻ നടക്കുകയാണ്. ഇവിടെ നമുക്കൊരു സന്ദേഹം വരുന്നുണ്ട്. ഇത് ആരാണ് നീതിമാൻ? എന്താണ് നീതിമാൻ? നീതിമാൻ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളൊക്കെ നീതിമാന്മാരാണോ? അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു നല്ല നീതിമാൻ. നമ്മൾ നീതിമാന്മാരല്ലായിരുന്നു, നമ്മളെ നീതിമാന്മാരാക്കിയതാണ്. റോമാലേഖനം 3-ാം അധ്യായം 31-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ പ്രവർത്തിക്കുന്ന ആരുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം വന്നിട്ട് പൗലോസ് പറഞ്ഞ് ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. നമ്മൾ നീതിമാന്മാരെ നമ്മളെ നീതീകരിക്കുന്നതാണ്. അത് ന്യായപ്രമാണം. ഈ നീതീകരണത്തിൻ്റെ വലിയൊരു ശത്രുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടത് അത് ന്യായപ്രമാണമാണ്. കാര്യം പണ്ടത്തെ ഇത് ന്യായപ്രമാണത്തിലൂടെ നീതീകരണം വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പൗലോസ് അപ്പോസ്തലൻ, അതായത് ആക്ട് ഓഫ് ദ അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 39-ാം വാക്യത്തിൽ, അതായത് പൗലോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിലെ പിസ്ത എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു സിനഗോഗിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം പൗലോസ് അപ്പോസ്തലൻ്റെ നിരീക്ഷണത്തിൽ
യഹൂദരുമായ ധാരാളം വിശ്വാസികൾ, യഹൂദന്മാരായ വിശ്വാസികൾ അല്ലാത്തവർ, അവരെല്ലാം വളരെ വിശ്വാസമുള്ളവരാണ്. പക്ഷെ അവരുടെ ചിന്തകൾ എന്താണ്? അവർ നീതീകരിക്കപ്പെടുന്നത്, അവർ നീതിമാനാകുന്നത് ന്യായപ്രമാണത്തിലുള്ള പ്രവർത്തികൾ നിമിത്തമാണ് നീതിമാന്മാകുന്നത് എന്നൊരു വിശ്വാസമാണ് അവർക്ക് വരുന്നത്. ദൈവം തന്ന കൽപ്പനയല്ലേ, അത് കൽപ്പന പാലിക്കുമ്പോഴും അതിൽ നമ്മൾ ജീവിക്കുമ്പോഴും മാത്രമേ നമ്മൾ നീതിമാന്മാരാകൂ. ഇത് പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പല സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെയുള്ള ജനങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ നിമിത്തം നമുക്ക് ഒരിക്കലും നീതിമാന്മാരാകില്ല. വളരെ വ്യക്തമായിട്ട് വരുന്നത് ന്യായപ്രമാണത്താൽ നീതി വരുന്നെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലേ പറഞ്ഞത്. ഗലാത്യ ലേഖനത്തിലെ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിലൂടെ നമുക്ക് നീതീകരിക്കാൻ സാധിക്കത്തില്ല. പിന്നെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒന്നുണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നീതിമാന്മാരാകാൻ ശ്രമിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, കർത്താവിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും വേർപെട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണം നമ്മൾ യോഹന്നാന സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ നീതീകരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ നിമിത്തമല്ല. പിന്നെ ന്യായപ്രമാണം എന്താണ്? മോശ തന്നെ, ഇസ്രായേൽ മക്കളോട് മോശം തന്നെ പറയുന്ന ഒരു പ്രസ്താവനയുണ്ടത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 2-ാം അധ്യായം, നമ്മുടെ ദൈവമായ ഹോരേബിൽ വെച്ച് നമ്മളോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. അതായത് നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് മോശയുടെ അങ്ങനെ വന്ന് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അങ്ങനെ മോശയുടെ ആ കാലങ്ങളല്ല. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അങ്ങനെ പിതാക്കന്മാർക്ക് കൊടുത്ത ഒരു ന്യായപ്രമാണമല്ല ഇത്. പിന്നെ നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോയി വാഗ്ദത്ത ഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയി നമ്മൾക്ക് തന്ന ഒരു ന്യായപ്രമാണം ഇത്. അതെന്തിനാണ് തന്നത്? നിങ്ങളുടെ സ്റ്റെഫ്നെക്കൺനെസ് കൊണ്ടും നിങ്ങളുടെ ഹൃദയ കാഠിന്യങ്ങൾ കൊണ്ടും അവൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ വീരപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും മനസ്സിലാക്കാതെ അവനെ സ്നേഹിക്കാതെയും സമർപ്പിക്കാതെയും ചെയ്തെന്ന് നിങ്ങളോട് യഹോവയായ ദൈവം ചെയ്ത നിമിത്തം. അല്ലെങ്കിൽ തന്നെ ന്യായപ്രമാണം എന്താണ്? റോമാലേഖനത്തിൻ്റെ ന്യായപ്രമാണം കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ വിശ്വാസമാണ്. ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള അറിവാണ്. നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അതായത് ജനത്തെ ദൈവത്തിൻ്റെ അണിയിൽ നിർത്തേണ്ട ഒരു ആവശ്യം വന്നു. അതിലൂടെ അവർ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് യഹോവയായ ദൈവത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ നിമിത്തം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ നിമിത്തം നീതിമാന്മാരാകാൻ സാധിക്കയില്ലെന്ന് പറഞ്ഞത് എന്താണ്? ന്യായപ്രമാണം എന്താണ്? പ്രവർത്തികളിലാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യൻ നീതിമാനാക്കുന്നത് പ്രവർത്തികൾ നിമിത്തമാണോ? പ്രവർത്തികൾ കൊണ്ട്, അങ്ങനെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്കറിയാം, ജോബിനെ അറിയാം. തൻ്റെ നല്ല പ്രവർത്തികൾ കൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നത്, എനിക്ക് ഇത്ര വലിയ സമ്പത്തും എല്ലാം എനിക്ക് തന്നത് എൻ്റെ നല്ല പ്രവർത്തികൾ കൊണ്ടാണെന്ന്. തികച്ചും അത് സത്യം തന്നെയാണ്, നല്ല പ്രവർത്തികൾ കൊണ്ട്. പക്ഷേ ദൈവത്തിന് ആ മനുഷ്യനെക്കുറിച്ച് അറിയേണ്ടത്, നിന്റെ നല്ല പ്രവർത്തികൾ കൊണ്ട് മാത്രമല്ല നിന്നെ ഞാൻ സഹായിക്കുന്നത്, ഞാൻ കരുണയുള്ളവനും നീതിയുള്ളവനുമാണ് എന്ന് നീ അറിയണം. നീ വിശ്വസിച്ച പോലെ അല്ല. അതാണ് ജോബിൻ്റെയും അബ്രഹാമിൻ്റെയും വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അതാണ് അബ്രഹാം വിശ്വസിച്ചത്, ഗോഡ് ഈസ് റൈച്ചസ് ഇൻ മേക്കിംഗ് ദ സിന്നേഴ്സ്. യഹോവയായ ദൈവം പാപികളെയും നീതീകരിക്കാൻ തക്കവണ്ണം നീതിമാനാണ് യഹോവ എന്നാണ് പറയുന്നത്. നീതിമാനാണ്. ആ നീതി സ്ഥാപിച്ചത് എങ്ങനെയാണ്? തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചാണ് ആ നീതി സ്ഥാപിച്ചത്. അതുകൊണ്ട് ആ നീതി സ്ഥാപിച്ചത് കർത്താവിൻ്റെ, അങ്ങനെ നമ്മൾ നീതി ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് നീതി ലഭിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രത്യേകം പറഞ്ഞത്. അത് പറയുന്നത് ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ദ റൈറ്റ്നസ് ഓഫ് ഗോഡ് ഈസ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, അവനിൽ വളരുമ്പോൾ നമ്മൾ നീതിയുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. അത് ന്യായപ്രമാണം എന്തു പറയുന്നു? ന്യായപ്രമാണത്തിൻ്റെ, അതായത് നിന്റെ ഭാര്യയെ നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഭാര്യയെ സ്നേഹിക്കാനും അതിനുള്ള വ്യവസ്ഥ എന്ന് അതിൻ്റെ ഒരു സ്നേഹമാണ് ന്യായപ്രമാണം സ്നേഹമല്ല. ന്യായപ്രമാണം ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയോ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആ സ്നേഹം നിന്നിലേക്ക് വളരുമ്പോൾ നീ ഒരു പുതിയ വ്യക്തിയായി. നമ്മുടെ വചനം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്.
അതാണ് ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ആ സ്നേഹമാണ് ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തരുന്നത്. ഈ സ്നേഹത്തിൽ വളരുവാൻ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു നമ്മൾ വായിക്കാം. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരാൻ, അവൻ്റെ വചനത്തിലും അവൻ്റെ സ്നേഹത്തിലും സംരക്ഷണയിലും ഒക്കെ വളരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, വചനത്തിൽ വളരുക. രണ്ട്, പ്രാർത്ഥനയിലും വചനത്തിലും കൂടെ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ, അതിലൂടെ മാത്രമേ നമ്മളൊരു നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം തന്നെ വചനം. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ വചനമറിയാതെ ഒരു വ്യക്തിക്ക് വചനമറിയില്ലെങ്കിൽ അവൻ കർത്താവിനെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് അവൻ എന്തറിയാൻ സാധിക്കും? ആൾക്കാർ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും കേൾക്കുകയോ ശരിയാണ്. ദൈവത്തിൻ്റെ വചനം കേൾവിയിലൂടെയാണ് വരുന്നത്, സത്യം തന്നെ. പക്ഷേ ഇന്നത്തെ കേൾവിയിലൂടെ വചനം മാത്രമല്ല വരുന്നത്, കേൾവിയിലൂടെ ഭയവും നമുക്ക് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം വളച്ചൊടിക്കാനും തിരിച്ചു പറിക്കുവാനും സ്വാർത്ഥമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ വചനം അതിൻ്റെ ഫലം ചെയ്യുന്നില്ല. അതിനുള്ള ഒരേ ഒരു മാർഗം നമുക്കെന്ന് കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് ഇത്ര പ്രോബ്ലം എന്താണ് വരുന്നത്, ഇത്ര ദുഃഖം എന്താണ് വരുന്നത്, ഇത്ര കഷ്ടതകൾ എന്താണ്, ഇത്ര പ്രയാസം എന്താണ് വരുന്നത്, പലരും ചോദിക്കാറുണ്ട്. ഈ ചോദിക്കുന്നത് അവൻ്റെ നിഷ്കളങ്കത കൊണ്ടൊന്നും അല്ല ചോദിക്കുന്നത്. അവൻ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിനക്ക് യഥാർത്ഥമായിട്ടും എന്തിനാണ് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഇത്ര കഷ്ടതയും ദുഃഖവും വേദനയും അയണമെന്നുള്ള നിഷ്കളങ്കമായ ആഗ്രഹം നിനക്കുണ്ടോ? നിഷ്കളങ്കവും വ്യക്തവും നിഷ്കളങ്കവുമായ നിഷ്പക്ഷവുമായ ഒരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ നിനക്കൊരു ആൻസർ കിട്ടും. നീ ആരോട് അന്വേഷിക്കേണ്ട ആവശ്യം? നിന്റെ കർത്താവിനോട് നീ ചോദിക്കുക. നീ അല്പം ഇതിൻ്റെ ഉത്തരം നിനക്ക് വേണമെങ്കിൽ നിന്റെ കർത്താവ് നിനക്ക് ആൻസർ തരും. വേറെ ആര് തന്നാലും നിനക്ക് തൃപ്തിയാകത്തില്ല. നിന്റെ കർത്താവ് നിനക്ക് തരും ആ ഒരു ആൻസർ. അതുകൊണ്ട് നമ്മൾ വചനത്തിൽ എത്രയോ സമയം നമ്മൾ മെനക്കെടുത്ത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതൊരു വലിയൊരു സമ്പത്താണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമ്പത്താണത്, ഒരായുധമാണ്. നമ്മുടെ പാറയും വീണ്ടെടുപ്പുമാണ്. ഈ വചനം ആദ്യമേ കൊടുത്തിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണ് നമുക്ക് ഈ വചനം കിട്ടിയത്. നേരത്തെ ഉള്ളൊരു വചനവും അതൊരു ചരിത്രം മാത്രമാണുണ്ടെങ്കിലും വചനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താണ്? വചനമാണ്. വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചാണ്. ആ വചനം നമ്മൾ അറിയണം. നമ്മൾ വചനത്തോടെ, നമ്മുടെ പ്രവാചകൻ പറയുന്നത് എന്താണ്? എൻ്റെ ജനം നശിക്കുന്നു, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെരിഷിങ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനങ്ങളെ, നമുക്കുള്ള വചനം നമ്മുടെ കയ്യിലില്ലേ? ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. അത് പഠിക്കാൻ എന്താണ് പ്രയാസമെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ജീവിതത്തിൽ എത്രയോ സമയം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരല്പസമയം ദൈവത്തിൻ്റെ പാദത്തിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. നിഷ്കളങ്കമായിട്ട് നിന്റെ ഹൃദയം കർത്താവിലേക്ക് ഒന്ന് പകരാൻ നിന്ന് ശ്രമിച്ചു നോക്കിയേ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ഈ പ്രാർത്ഥനയും ഈ വായനയും എല്ലാം നിഷ്കളങ്കമായിരിക്കണം, നിസ്വാർത്ഥമായിരിക്കണം. കർത്താവേ, ഞാനൊരു ബലഹീനനാണ്, ഞാൻ അയോഗ്യനാണ്, അസമർത്ഥനാണ്, ഞാനൊരു പാപിയായിരുന്നു. എന്നെ കർത്താവ് എൻ്റെ ഇഷ്ടം കൂടാതെ തന്നെ നീ വന്ന് എന്നെ കഴുകി വൃത്തിയാക്കിയല്ലോ. കർത്താവിൻ്റെ വചനം പറയുന്നത് അവന് വേണ്ടിയാണ് നമ്മളെ ശുദ്ധീകരിച്ചത്. ഹി സാൻറ്റിഫൈഡ് ഹിംസെൽഫ് ഫോർ ദ സേക്ക് ഓഫ് യു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞത് നമുക്ക് വേണ്ടിയല്ല, അവന് വേണ്ടിയാണ്. നമുക്കറിയാം, അന്ത്യശുശ്രൂഷ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളൊക്കെ കഴുകി. പത്രോസ് വിലക്കുന്നുണ്ട്. അതുപോലെ കർത്താവ്, കാര്യം നമ്മുടെ പാപങ്ങൾ നമ്മൾ കഴുകിക്കളഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മൾ ചിലപ്പം നമ്മൾ അവിടെ പോയി കൺഫസ് ചെയ്യുക എല്ലാം ചെയ്യാൻ വെച്ചാൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ കഴുകിക്കളഞ്ഞത്, നമ്മുടെ പാപങ്ങൾ എത്ര ആണെങ്കിലും ശരി അത് ക്ഷമിക്കുവാനും നമുക്കറിയാം. ധൂർത്തുപുത്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ്, ഞാൻ സംഭാഷണത്തിലെല്ലാം ധൂർത്തുപുത്രൻ പറയുമ്പോൾ അവൻ്റെ മ്ലേച്ഛവും ദുർഗന്ധം വമിക്കുന്നതുമായ ആ സാഹചര്യത്തിൽ നിന്ന് അവനെ കഴുകി വൃത്തിയാക്കിയിട്ടാണോ പിതാവ് അവനിൽ നിന്ന് ഒരു പുതുവസ്ത്രം ധരിക്കുന്നത്? അല്ല, ആ പാവങ്ങളെല്ലാം മറയ്ക്കുവാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യമാണ്. ആ പാവങ്ങളെല്ലാം ദൈവം മറയ്ക്കുകയാണ് ചെയ്തത്, ആരും കാണാത്തക്കണം. ആ പാവങ്ങളെല്ലാം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ആഗ്രഹത്തിലാണ് കർത്താവ് പാവം മറയ്ക്കുന്നത്. നമ്മുടെ പാവങ്ങളെല്ലാം കർത്താവ് മറച്ചു കഴിഞ്ഞു. കാര്യം അവൻ കൊണ്ടുവന്നത് കൃപയാണ് കൊണ്ടുവന്നത്. നമ്മൾ കൃപയിലൂടെയാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ കൃപ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ബൈ ഹിസ് ഫുൾനെസ് വി ഓൾ റിസീവ്ഡ് എന്നാണ്. വിൽ റിസീവ്, ദർ ഇസ് എ ചാൻസ് ടു റിസീവ് എന്നല്ല പറയുന്നത്. നമ്മൾ ആൾറെഡി റിസീവ്ഡ്. അതെങ്ങനെ? ബൈ ഹിസ് ഫുൾനെസ്. അതായത് ഒരു പാത്രത്തിൽ ആ കൃപ എങ്ങോട്ടാണ്? എവിടെ താഴ്മയുണ്ട് അവിടേക്ക് അത് ഒഴുകിയെത്തും.
ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്മയോട്, വിനയത്തോട്, അനുസരണത്തോട് അവൻ്റെ പാദങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു വലിയൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രോബ്ലം. ഇന്നൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് നമുക്കൊരു ഉറപ്പുള്ളത്, എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? ഇവിടെ ദൈവത്തിൻ്റെ വചനം, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയിൽ നിന്നെല്ലാം ദൈവം നിന്റെ രക്ഷയുടെ പദ്ധതി ദൈവം ഏറ്റെടുക്കും. ആ ദൈവത്തിൽ സമർപ്പിച്ചാൽ മതി. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയോ അങ്ങനെ ആയിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. സിൻസിയർ ആൻഡ് ഫെയ്ത്ത്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയുന്നത് പറഞ്ഞോളൂ, ശിഷ്യന്മാരെ നീ സഭകളിൽ വെച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? നല്ല മനസാക്ഷി വേണമെന്ന് പറയണം. ഗുഡ് കോൺഷ്യൻസസ്. അവർക്ക് നല്ല മനസാക്ഷി പേരിക്കണം. നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ, നല്ല മനസാക്ഷി എന്ന് അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നല്ല മനസാക്ഷി ഇത് നമുക്കൊന്നാവല്ലോ. മനസാക്ഷിയില്ലാത്ത മനുഷ്യർ തൻ്റെ സ്വാർത്ഥമുഖങ്ങൾക്ക്, ദൈവത്തിൻ്റെ ദാസന്മാർ പോലും സ്വാർത്ഥമുഖങ്ങൾക്കും തങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയും മറ്റുള്ളവരുടെ ദുഃഖവും വേദനയും ഒന്നും അറിയാതെ മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? മനസാക്ഷിയില്ല. മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ആദ്യമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കും, ദൈവമേ എനിക്കൊരു നല്ല മനസാക്ഷി എനിക്ക് കർത്താവേ, എനിക്കൊരു നല്ല നമ്മൾ നിഷ്കളങ്കമായി കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇന്നത് തരാവൂ ഇന്നത് എന്നൊന്നുമില്ല. അവൻ നിങ്ങൾക്കെല്ലാം തരും. അതെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കർത്താവ് എൻ്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന്, ഇതൊക്കെ ചോദിക്കണം, ആവശ്യം തന്നെ. കർത്താവിൻ്റെ അടിസ്ഥാനമായ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവനോട് ചോദിക്കുമ്പോൾ കർത്താവിന് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതായത് കർത്താവ് നിൻ്റെ സ്നേഹം എനിക്ക് താ കർത്താവ്, എനിക്ക് നല്ല മനസ്സാക്ഷി താ കർത്താവ്, മറ്റുള്ളവരുടെ വേദനിക്കത്തുള്ള വാക്കുകൾ എൻ്റെ വായിൽ നിന്നും വരാതെ എന്നെ കാത്തു സൂക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മളോട് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവിനോട് വലിയ ഇഷ്ടമാണ്. ഇല്ലതാ ഈ മനുഷ്യൻ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞൊരു വ്യക്തിയാണല്ലോ, മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണല്ലോ എന്ന് കർത്താവ് വായിക്കും. നമ്മൾ ചോദിക്കേണ്ട അതൊക്കെ തന്നെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലവും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഹൃദയം തുറന്ന് നമ്മളൊന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷവും സമാധാനമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ദുഃഖിക്കുന്ന മനുഷ്യനായിരിക്കും, വേദനിക്കുന്ന മനുഷ്യർക്ക് കർത്താവിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്ക്, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കർത്താവിനെ ഇന്ന് വരെ അറിയാത്തൊരു വ്യക്തിയായിരിക്കട്ടെ, സാരമില്ല. കർത്താവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തന്നെയും അവനെ അറിയാനുള്ള ഒരു വ്യഗ്രത നീ കാണിച്ചു നോക്ക്. ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, അതിശയങ്ങൾ സൃഷ്ടിക്കും. അതിനുവേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.